നമുക്ക് ഇതുപോലുള്ള ഫ്രോക്കിൻ്റെ ഒരു കട്ടിങ്ങാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇതുപോലെ ബാക്ക് സൈഡ് ബോക്സ് പ്ലേറ്റ്, മേളി ഗുരിനക്ക് പൈപ്പിങ്, ഫ്രണ്ട് ബോക്സ് പ്ലേറ്റ്, യോക്കിന് അതുപോലെ സൈഡിൽ കൂടെ പൈപ്പിങ്, കൈക്കും നമ്മൾ ഒരു 4 ഇഞ്ച് വീതിയിലുള്ള പൈപ്പിംഗ് കൊടുക്കുന്ന ഒരു യൂണിഫോമിൻ്റെ ഫ്രോക്കാണ്. ആ ഫ്രോക്കിൻ്റെ ഒന്ന് നോക്കിയോ നമ്മൾ കട്ടിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രണ്ട് പീസ് നമ്മളിങ്ങനെ കട്ട് ചെയ്തു, അതിനൊരു 3/4 ഇഞ്ച് പടിക്ക് കൊടുക്കാനുള്ള കൊടുത്തു. നെക്ക്, റിഗാള്, മെഷർമെൻറ്റൊക്കെ പിന്നത്തേന് ഞാൻ പറഞ്ഞുതരാം. സൈഡ് നമ്മൾ 1.25 ഇഞ്ച് വണ്ണം കൂട്ടാൻ കൊടുക്കുന്നു. യോക്ക് അത് നമ്മൾ ലെങ്തിൻ്റെ 1/3 കണക്ക് കൂട്ടി വേണം ചെയ്യാൻ. പിന്നെ ബാക്ക് പീസ് വെക്കുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം. ഇങ്ങനെ ബാക്ക് പീസ് നമ്മൾ ഇതേ രീതിയിൽ തന്നെ വെട്ടണം. അതിലോട്ട് ഫ്രണ്ട് പീസ് ഇട്ട് നമ്മൾ കറക്റ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഫ്രണ്ട് പീസ് അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം നമ്മൾ മാർക്ക് നോക്കിക്കോണം. വണ്ണത്തിൻ്റെ കൂടെ ഫ്രോക്ക് ആയതുകൊണ്ട് ഒരു 4 ഇഞ്ച് കൂട്ടിയാൽ മതി. 20 ഇഞ്ച് വണ്ണമാണ് +4. ഇതൊക്കെ ഒരു പ്ലേ സ്കൂളിലെ കുട്ടികളുടെ ഫ്രോക്കാണ്. ഈ ഫ്രോക്കിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു പാറ്റേൺ ഞാൻ കാണിച്ചു തരാം. അത് നെക്ക് കുഴിച്ച് വീഴുന്നത് കണ്ടോ. 2 ഇഞ്ച് നമ്മൾ മേളിലോട്ട് കയറ്റിയിട്ട് നമ്മൾ 1.25 ഇഞ്ച് ഷേപ്പ് കൊടുത്തിട്ടാണ് ചൈനീസ് നെക്ക് വെക്കുന്നത്. പിള്ളേരായതുകൊണ്ട് കുഞ്ഞു കുട്ടികളല്ലേ, അപ്പോൾ പൊങ്ങി നിൽക്കാതിരിക്കും. ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു കട്ടിങ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പാർട്സ് എല്ലാം ഒന്ന് പരിചയപ്പെടുത്തിക്കാം. കൈ വെട്ടിയാലും കൈ ഒരു നോർമൽ കൈ, ഡബിൾ കൈ നമ്മൾ വെട്ടുന്നുണ്ട്. ഫ്രണ്ട് കുടഞ്ഞ് വെട്ടേണ്ട കാര്യമില്ല. സാധാരണ പോലെ തന്നെ നമ്മളത് നോർമൽ കൈ വെട്ടിയാൽ മതി. കണ്ടോ, ആ ഒരു രീതിയിൽ വെട്ടുന്നു. അങ്ങനെ വെട്ടിയാൽ മതി. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ പൊങ്ങി നിന്നോളും. കൈ കുട്ടികളിടുമ്പോൾ ഒരു പറവ പോലെ തന്നെ പൊങ്ങി നിന്നോളും. റിഗാർഡ് വേണമെങ്കിൽ നമ്മളൊന്ന് കറക്റ്റ് ചെയ്ത് നോക്കിക്കോണം. കൃത്യം റിഗാർഡ്. പിന്നെ 1.25 ഇഞ്ച് നമ്മൾ കൂട്ടാനിടുന്നു. പിന്നെ ഇതിൻ്റെ ചൈനീസ് നെക്കാണ് നമ്മൾ വെട്ടുന്നത്. ചൈനീസ് നെക്ക് വെട്ടുന്ന രീതി കണ്ടല്ലോ, ഏത് രീതിയിലാണ് ചൈനീസ് നെക്ക് വെട്ടുന്നതെന്നൊക്കെ. ആ ഒരു രീതി നമ്മൾ പാറ്റേൺ വെച്ച് വെട്ടുന്നു. ആ ഒരൊറ്റ രീതി അങ്ങനെ തന്നെ പാറ്റേൺ ഇട്ട് ഇങ്ങനെ വെട്ടുന്നു. ക്ലിയർ ആവും. ഇതുപോലെ തന്നെ നമ്മുടെ പാറ്റേൺ ഇട്ട് വെട്ടിയാൽ നമുക്ക് ചൈനീസ് നെക്കിൻ്റെ പൈപ്പിംഗ് കൊടുക്കാനുള്ളതും നല്ല വൃത്തിയായിട്ട് നമുക്ക് വെട്ടിയെടുക്കാം. അങ്ങനെ ഒന്ന് പാറ്റേൺ ഇട്ടിട്ട് പെൻസിലിനൊന്ന് മാർക്ക് ചെയ്ത് നമ്മൾ കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ എഡ്ജിലേക്ക് പിന്നെ 4 ഒന്നിച്ച് വെട്ടിക്കൊണ്ട് ഒരു പീസ് എടുത്തിട്ട് ആദ്യമേ നമ്മൾ റൗണ്ട് കറക്റ്റ് ചെയ്യണം. നെക്കിൻ്റെ ഒരു പീസ് കറക്റ്റ് ചെയ്തിട്ട് ആ സ്കെച്ചിട്ട് വേണം നമുക്ക് ബാക്കിയുള്ളത് കട്ട് ചെയ്യാൻ. അപ്പോൾ ഒരു കാരണവശാലും വക്കറം നീങ്ങി പോകത്തില്ല, നല്ല കൃത്യമായിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. ഇതുപോലുള്ള വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. നിങ്ങളുടെ പ്രോത്സാഹനമാണ് അടുത്ത വീഡിയോ ഇടാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് തരുന്നത്. അങ്ങനെ കറക്റ്റ് ചെയ്യുക. അങ്ങനെ കറക്റ്റ് ചെയ്യുമ്പോൾ കണ്ടോ കൃത്യമായിട്ടിരിക്കും. അപ്പം നമ്മൾ നേരത്തെ കാണിച്ച ആ ഫോട്ടോ എങ്ങനെയാണോ അതുപോലെ തന്നെ നമുക്ക് ചൈനീസ് നെക്ക് വെക്കാൻ പറ്റും. കണ്ടോ, അതുപോലെ തന്നെ അതേ ഷേപ്പിലിടും. അപ്പോൾ തയ്ച്ച് വരുമ്പോൾ നല്ല വൃത്തിയിലിരിക്കും. ഇതാണ് ഫ്രോക്കിൻ്റെയൊക്കെ കട്ടിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.